സജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കയ്പ്പയ്ക്കയുടെ ഒരു തോരൻ, ഒരു വെറൈറ്റി ടേസ്റ്റുള്ള അധികം കയ്പൊന്നുമില്ലാത്തൊരു തോരൻ റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ചുവട് കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം, ഞാനിപ്പോൾ ഇവിടെ ഒരു മൺചീഞ്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ നല്ല ജീരകം ഒന്ന് മൂപ്പിച്ചു കൊടുക്കാം. ജീരകം മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ സവാള കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയത്, അതായത് ഒരു ചതുര കഷ്ണങ്ങളാക്കിയത് ഒരു ചെറിയ സവാള, പിന്നെ 2 പച്ചമുളക് നീളത്തിൽ കീറിയത്, 1/2 ഇഞ്ച് കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു 6-7 ചെറിയ സൈസ് വെളുത്തുള്ളി ചതച്ചത്, ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1-2 തണ്ട് വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അധികം മൂക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും വേപ്പിലയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് കയ്പ്പയ്ക്കയാണ്. അപ്പോൾ കയ്പ്പയ്ക്ക കഴുകി വൃത്തിയാക്കി പാടയൊക്കെ കളഞ്ഞ് അരിഞ്ഞതാണ്. അപ്പം അധികം തിന്നാക്കണ്ട, കുറച്ചൊരു 1/4 ഇഞ്ച് തിക്നെസ്സിൽ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് അരിഞ്ഞത്. അപ്പോൾ ഇതൊരു നീളത്തിലുള്ളൊരു കയ്പ്പയ്ക്കയാണ്, ഒരു കയ്പ്പയ്ക്കയാണ്. അപ്പോൾ ചെറുത് ആണെങ്കിൽ 2 എണ്ണം എടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞത്, ചെറിയ തക്കാളി മതി, 1 എണ്ണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കയ്പ്പയ്ക്കയുടെ ഗുണങ്ങൾ പറഞ്ഞാലും ഈ കയ്പ്പയ്ക്ക കഴിക്കാത്ത കുറേ പേരുണ്ട് കേട്ടോ. കാരണം അതിൻ്റെ കയ്പ്പ് തന്നെയാണ്. അപ്പോൾ കയ്പ്പ് കുറയ്ക്കാനായിട്ട് കുറേ മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. അതിലൊന്നാണ് ഇത് കഷ്ണങ്ങളാക്കി, അതായത് കുരും പാടയൊക്കെ കളഞ്ഞതിന് ശേഷം കഷ്ണങ്ങളാക്കിയിട്ട് ഉപ്പ് പൊടി വിതറി തിരുമ്മി അവിടെ മാറ്റി വയ്ക്കാം. ഒരു 5-10 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം ആ കഷ്ണങ്ങളെ പിഴിഞ്ഞ് എടുക്കാം. അപ്പോൾ ആ കയ്പ്പ് നീര് അങ്ങനെ കുറേ പോയി കിട്ടും. പിന്നെ പുളിവെള്ളത്തിലിട്ട് വയ്ക്കാം, അങ്ങനെ കുറേ ഉണ്ട്. കഞ്ഞി വെള്ളത്തിലിട്ട് വയ്ക്കാം, അങ്ങനെയൊക്കെ ഓരോ മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, ഭയങ്കര പച്ചക്കളറുള്ളത് എടുക്കാതിരിക്കുക. അങ്ങനെ ഇതുപോലത്തെ ഇളം പച്ചക്കളറുള്ളതാണെങ്കിൽ അത്ര കയ്പ്പ് ഉണ്ടാവില്ല. ഇനി ഇത് എല്ലാം കൂടെ ഇളക്കിയതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മൂടി വയ്ക്കാം. അപ്പോൾ ഇടയ്ക്ക് ഒരു 10-15 മിനിറ്റൊക്കെ എടുക്കും എല്ലാം വെന്ത് വരാനായിട്ട്. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് തുറന്നതിന് ശേഷം ഇളക്കി വീണ്ടും മൂടി വയ്ക്കാം. അപ്പോൾ 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഇളക്കി തുവർത്തിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കയ്പ്പയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കയ്പ്പയ്ക്ക ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടപ്പെടും. ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കഴിച്ചു നോക്കുക. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടും. കയ്പ്പയ്ക്ക വാങ്ങിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇളം പച്ച നിറമുള്ള കയ്പ്പയ്ക്ക എടുക്കുകയാണെങ്കിൽ വലിയ കയ്പ്പുണ്ടാവില്ല. പിന്നെ ഒരുപാട് ഗുണങ്ങളുള്ളതാണല്ലോ കയ്പ്പയ്ക്ക. അപ്പോൾ ഇതുപോലെയൊക്കെ തയ്യാറാക്കി കഴിച്ചാൽ നമുക്ക് ആ ഗുണങ്ങളും കൂടെ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക് യു.